കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്ന് പറയുന്ന പോലെ ചില ക്ലയൻസ് ഞാൻ കണ്ടിട്ടുണ്ട്, ആരാണോ ചോദിക്കുക അവർക്ക് എടുത്തു കൊടുക്കും. ഓവറായിട്ട് ഫണ്ട് ഉപയോഗിക്കുന്നത് അല്ലെ, ഈ ഫണ്ടിൽ വരുന്ന മാനേജ്മെന്റ് ഇഷ്യൂ ആണ് ശരിക്കും പല വലിയ ബ്രാൻഡുകളും പല കമ്പനികളും ചിലപ്പോൾ എന്ത് ചെയ്യുന്നത് ലോസിലേക്ക് പോകാനും കൊളാപ്സ് ആവാൻ തന്നെ കാരണം. അപ്പൊ ആ ഒരു ഫണ്ട് മാനേജ്മെന്റ് ഒക്കെ ശരിക്കും തുടക്കത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, കമ്പനിയിലെ ഒരു കൾച്ചറായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെക്കണം. അതിന്റെ ഇമ്പോർട്ടൻസും ഇന്നത്തെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട്. ഞാൻ പലവരുടെയും കേസ് കണ്ടിട്ടുണ്ട്. അതായത് സെയിൽസ് എന്ന് പറഞ്ഞാൽ ഹൈ പിച്ച് സെയിൽസ് ആയിരിക്കും, പക്ഷെ അവരെ മന്ത് എൻഡ് നോക്കുമ്പോൾ അവർക്ക് അവരെ ക്രെഡിറ്റേഴ്സിനെ മീറ്റ് ചെയ്യാനോ ഈവൻ സാലറി ഡിസ്പേഴ്സ് ചെയ്യാൻ പോലും ലിക്വിഡ് ക്യാഷ് ഉണ്ടാവില്ല. പക്ഷേ ഇതിന്റെ കാരണം പലതും ആയിരിക്കും. അതിന് പ്രോപ്പർ ഫണ്ട് മാനേജ്മെന്റ് ഇല്ലാത്തതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ല, ബേസിക് ആയിട്ട് വരുന്ന ഒരു കാര്യം, നമ്മൾ അൺനെസസറി ഇൻട്രസ്റ്റ് ബെയർ ചെയ്യുക. ഇപ്പം ഞാൻ ഒരു ക്ലയൻറ്റിനെ കണ്ടിട്ടുണ്ടായിരുന്നു, അവര് കുറേ കാലമായിട്ട് GST ഫയൽ ചെയ്യാണ്ട് കിടക്കുക. അവസാനം നിവർത്തിയില്ല, അവർക്ക് ഫയൽ ചെയ്തേ പറ്റും. ഇപ്പോൾ GST റിട്ടേൺസ് ഫയൽ ചെയ്യുമ്പോൾ അൺനെസസറി GST പേബിളിന്റെ കൂട്ടത്തിൽ ഫൈൻ എത്ര പേ ചെയ്യേണ്ടി വന്നു, ഒരു 1 ഇയറോളം പെൻഡിങ് കിടന്നു. ഇതുപോലെ പല ഫണ്ട്സും നമ്മുടെ ലോക്ക്ഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ക്രെഡിറ്റേഴ്സിന് നമുക്ക് പേയ്മെന്റ് നടത്താൻ ഒരു ക്രെഡിറ്റ് ലിമിറ്റ് തന്നിട്ടുണ്ടാവും. ആ ക്രെഡിറ്റ് പോളിസി നമ്മൾ ആ ബിസിനസ് കൺസേണിൽ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഇപ്പം കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്ന് പറയുന്ന പോലെ ചില ക്ലയൻസ് ഞാൻ കണ്ടിട്ടുണ്ട്, ആരാണോ ചോദിക്കുക അവർക്ക് എടുത്തു കൊടുക്കും. പക്ഷെ അതല്ലാണ്ട് ആ ക്രെഡിറ്റ് പോളിസി വെച്ച് പോവുകയാണെങ്കിൽ ഫണ്ട് റൊട്ടേഷൻ ഈസിയാവും. സെയിം വേ കളക്ഷൻ, ടൈംലി ഫോളോ അപ്പ്, ടൈംലി കളക്ഷൻ, അത് കറക്റ്റ്ലി മോണിറ്റർ ചെയ്യാം. പിന്നെ ഫിക്സഡ് ഓവർ ഹെഡ്സ് ഒരിക്കലും ഒരു ബിസിനസ്സും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എവിടെയാണോ അൺനെസസറി ആയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിച്ച് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. പ്രോപ്പറായിട്ട് ഫണ്ട് മാനേജ്മെന്റ് ആണ് വലിയൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ.